ചിലർ ഫ്രണ്ട്സ് ആയിരിക്കാമെന്ന് പറഞ്ഞ് റിലേഷൻഷിപ്പ് നിർത്തിയിട്ടും കമ്മ്യൂണിക്കേഷൻ തുടരാറുണ്ട്. ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങളെ റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തു വരാനും മുന്നോട്ട് പോകാനും കഴിയാത്ത വിധത്തിലുള്ള ഒരു ടോക്സിക് ലൂപ്പിൽ വീഴ്ത്തിയെന്ന് വരാം. ഇനി ഇത്തരം റിലേഷൻഷിപ്പ് തുടങ്ങുന്നത് കൊണ്ടുള്ള പ്രോബ്ലംസ് നോക്കാം. ഫസ്റ്റ് വൺ, അനാരോഗ്യകരമായ ജീവിതാവസ്ഥ. ഇത്തരം കമ്മ്യൂണിക്കേഷൻ തുടങ്ങിയതുകൊണ്ട് ജീവിതത്തിൽ എന്തെങ്കിലും പ്രോബ്ലംസ് വരുമ്പോൾ എക്സിനെ അഭയം പ്രാപിക്കും, പിന്നീട് അതൊരു ടോക്സിക് റിലേഷൻഷിപ്പിലേക്ക് നീങ്ങുകയും ചെയ്യും. സെക്കൻഡ് വൺ, വൈകാരികമായ പ്രശ്നങ്ങൾ. ഒരു സമയം എക്സിനെ വെറുക്കാനുള്ള കാരണങ്ങൾ കണ്ടെത്തുമ്പോൾ തൊട്ടടുത്ത നിമിഷം എക്സുമായി അടുക്കാനുള്ള കാരണങ്ങൾ കണ്ടെത്തും. ഇത്തരം ചിന്തകൾ വൈകാരികമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. തേർഡ് വൺ, മുറിവുണങ്ങുന്ന പ്രക്രിയ വൈകും. ഒരു പ്രോബ്ലമാറ്റിക് റിലേഷൻഷിപ്പ് പൂർണ്ണമായി അവസാനിപ്പിച്ചാൽ മാത്രമേ മനസ്സിൻ്റെ മുറിവുണങ്ങുകയുള്ളൂ. ഫോർത്ത് വൺ, പുതിയ റിലേഷൻഷിപ്പ് അപകടത്തിലായേക്കാം. പുതിയ റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടും എക്സുമായുള്ള കമ്മ്യൂണിക്കേഷൻ തുടരുകയാണെങ്കിൽ അത് ആ പുതിയ ബന്ധത്തെ കൂടി അപകടത്തിലാക്കും. ഫിഫ്ത്ത് വൺ, തെറ്റായ പ്രതീക്ഷകൾ. മറ്റേയാളുടെ ഭാഗത്ത് നിന്ന് മൃദുവായ വാക്കുകളും ക്ഷമാപണങ്ങളും കേൾക്കുമ്പോൾ വീണ്ടും ആ റിലേഷൻഷിപ്പ് ഒന്നുകൂടി സ്റ്റാർട്ട് ചെയ്യാം എന്ന് തുടങ്ങിയ തെറ്റായ പ്രതീക്ഷകൾ ജീവിതത്തിന് ഉണ്ടാകും. ഇതെല്ലാം കൊണ്ട് ഒരു ബന്ധം അവസാനിപ്പിക്കുമ്പോൾ വൃത്തിയായി കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ച് മുന്നോട്ട് പോകുന്നതാണ് ആരോഗ്യകരം.